ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവ അത്ലറ്റിക്സ് മത്സരങ്ങൾ സമാപിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവ അത്ലറ്റിക്സ് മത്സരങ്ങൾ സമാപിച്ചു. ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടന്നത്. മീന്തുള്ളി ക്യാപ്റ്റൻ അക്കാദമിയിലെയും അമിഗോസ് പ്രാപ്പോയിലിന്റെയും താരങ്ങളാണ് മത്സരങ്ങളിൽ കൂടുതലായും പങ്കെടുത്തത്. പങ്കാളിത്തം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കുറവായിരുന്നുവെങ്കിലും മികച്ച മത്സരങ്ങളാണ് നടന്നത്. സെക്കൻഡ് ചാൻസ് റെഡി ആയിക്കോ. ചാമ്പ്യൻ ക്ലബിനെ നിർണയിക്കുന്നതിൽ ഏറെ പങ്ക് വഹിക്കുന്ന ഇനമാണ് ക്ലബിനാണ് പോയിന്റ് നില കൂടുക എന്നറിയുന്നതിന് വേണ്ടിയുള്ള റിലേ മത്സരമാണ് നടക്കുന്നത്. മീന്തുള്ളി ക്യാപ്റ്റൻ അക്കാദമി 221 പോയിന്റുകൾ നേടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. അമിഗോസ് പ്രാപ്പോയിൽ 109 പോയിന്റുകൾ നേടി രണ്ടാം സ്ഥാനം നേടി. സമാപന സമ്മേളനം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷകരമായ അനുഭവങ്ങളാണ്. മത്സരങ്ങളുടെ ആവേശത്തിനൊന്നും കുറവുണ്ടായിരുന്നില്ല എങ്കിലും കായിക താരങ്ങളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളത് ഒരു പ്രശ്നമായി വന്നു. അത് ഞാൻ കായിക താരങ്ങളുടെ കുറ്റമായി കാണുന്നില്ല. വളരെ താമസിച്ചാണ് കേരളോത്സവം അനൗൺസ് ചെയ്യാൻ കഴിഞ്ഞത്. ബ്ലോക്ക് മത്സരത്തിന് ഡേറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ അതിന് മുൻപായി നമ്മുടെ എല്ലാ ഇനങ്ങളും പൂർത്തിയാക്കേണ്ടതുള്ളത് ഉണ്ട് എന്നതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് നടത്തേണ്ടി വന്നത്. എങ്കിലും പഞ്ചായത്തിനോട് സഹകരിച്ച ക്ലബ്ബ് ഭാരവാഹികളെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ആ ക്ലബ്ബ് ഭാരവാഹികളുടെ സഹായം ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ കായികമേള തീരെ ശുഷ്കമായി മാറുമായിരുന്നു. പങ്കെടുത്ത കായിക താരങ്ങളൊക്കെയും അതിൽ വിജയികളായ കായിക താരങ്ങളിൽ ഭൂരിഭാഗവും ജില്ലാ സംസ്ഥാന തല മത്സരങ്ങളിൽ, സ്കൂൾ യൂണിവേഴ്സിറ്റി തല മത്സരങ്ങളിലൊക്കെയും പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ടിരിക്കുന്നവരോ മുൻപ് പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളവരോ ആണ്. അങ്ങനെ ഒരു മഹത്തായ ഒരു കായിക പാരമ്പര്യത്തിന് ഉടമകളാണ് ചെറുപുഴ പഞ്ചായത്ത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഷോർട്ട് നോട്ടീസിൽ വളരെ 7 ദിവസം കൊണ്ട് അറിയിച്ച് ഇന്നലെ കൊണ്ട് എൻട്രികളെടുത്ത് ഇനി മത്സരം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ തുനിഞ്ഞത് ആ ധൈര്യമാണ്. വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. കേരളോത്സവം 2024-25 അതിന്റെ തുടക്കമാണ് നമ്മൾ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ മത്സരങ്ങളുടെ തുടക്കമാണ് നമ്മൾ കുറിച്ചിരിക്കുന്നത്. കായിക മത്സരങ്ങൾ വളരെ മികച്ച രീതിയിൽ മത്സരങ്ങളിൽ പങ്കെടുത്ത കായിക താരങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ബാലകൃഷ്ണൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ജോയി, പഞ്ചായത്ത് അംഗങ്ങൾ, റിട്ടയർഡ് ക്യാപ്റ്റൻ ഒളിമ്പ്യൻ KS മാത്യു, കായികാധ്യാപകർ എന്നിവർ പ്രസംഗിച്ചു. വിജയികൾക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ലോകത്തെല്ലാ രാജ്യങ്ങളും ഈ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് രാജ്യത്തിന് സമ്പത്തായിട്ട് ഈ കായിക മത്സരത്തിന് വേണ്ടിയൊക്കെ നല്ല തയ്യാറെടുപ്പുകൾ നടത്തി വരുന്നു. അതിൻ്റെ ഭാഗമായി സംസ്ഥാനവും വർഷങ്ങളായി യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ സംസ്ഥാനത്തെമ്പാടും കായിക മത്സരങ്ങൾ നടന്നുവരികയാണ്.
ഒരാൾ പങ്കെടുത്തിരുന്നുള്ളൂ 3 പോയിന്റ് നേടിയിട്ടുണ്ട്. KVS ഇയങ്കലില് വളരെ കുറവ് അത്ലറ്റുകളെ പങ്കെടുത്തിട്ടുള്ളൂ, 8 പോയിന്റുകൾ നേടിയിട്ടുണ്ട്. അമിഗോസ് പ്രാപ്പോയിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്, 109 പോയിന്റുകൾ നേടിയിട്ടുണ്ട്. 1ാം സ്ഥാനത്ത് ക്യാപ്റ്റൻ അക്കാദമി 221 പോയിന്റ്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.